നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം സർക്കാരിനും CPM-നും അയ്യപ്പൻ തുണ. വരുന്ന സെപ്റ്റംബറിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. 2017 സുപ്രീം കോടതി വിധിയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ പ്രക്ഷോഭങ്ങൾ, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുകയും അതിനെതിരെ ഹൈന്ദവ സംഘടനകളും BJP-യും NSS-ഉം ഒക്കെ വലിയ പ്രക്ഷോഭം നടത്തുകയും ചെയ്തതിനു ശേഷം ഹിന്ദു വോട്ട് ബാങ്കുകൾ CPM-ൽ നിന്നും പതിയെ ഒഴുകിപ്പോകുന്നുവെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് BJP-യിലേക്ക് വോട്ട് ഒഴുകിപ്പോയത്. ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചാൽ അതോടെ പാർട്ടിയുടെ പണി കഴിയുമെന്ന് CPM നേതൃത്വത്തിന് ബോധ്യമായി. അപ്പോൾ അയ്യപ്പന്റെ കാൽക്കീഴിൽ വീണ് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനാണത്രേ ഇപ്പോൾ CPM ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് പമ്പയിൽ സെപ്റ്റംബർ മാസത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് നമ്മുടെ ദേവസ്വം മന്ത്രി വാസവൻ സഖാവ് പ്രഖ്യാപിച്ചത്. ആഗോള അയ്യപ്പ സംഗമം അത്ര നിസാര കാര്യമല്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് പമ്പയുടെ തീരത്ത് ഒരുങ്ങുന്നതെന്നാണ് ബോർഡും സർക്കാരും പറയുന്നത്. അത് ഒരു ചെറിയ കാര്യമായിരിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. സർക്കാരിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ പ്രതിച്ഛായ തിരിച്ചു പിടിക്കാൻ വേറെ മാർഗങ്ങളൊന്നും ഉടനടി മുന്നിൽ വരുന്നില്ല. ഇനിയും ഹൈന്ദവ വോട്ട് ബാങ്കുകൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ അടക്കമുള്ള വോട്ട് ബാങ്കുകൾ BJP-യിലേക്ക് ചോർന്നുപോയാൽ പിന്നെ പാർട്ടി ആകാശത്തേക്കും നോക്കി ഇരിക്കണമെന്നാണ് CPM നേതാക്കൾ തന്നെ അടക്കം പറയുന്നത്. അതുകൊണ്ട് അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ, ഇനി അയ്യപ്പൻ്റെ കാൽക്കൽ വീണാൽ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പും നടത്തി തുടങ്ങിയെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിലെ പ്രമുഖരായ ആളുകളെ, വ്യവസായികളെയും സിനിമാ താരങ്ങളെയും ഇന്ത്യക്ക് പുറത്തുള്ള പ്രമുഖരെയും എല്ലാം അണിനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ സംഗമമാണത്രേ അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സംഗമത്തിൽ ശബരിമലയുടെ ഇനി വരുന്ന വികസന കാര്യങ്ങൾ, മാസ്റ്റർ പ്ലാൻ ഇവയെല്ലാം ചർച്ചയാകുമെന്നാണ് അറിയപ്പെടുന്നത്. ശബരിമലയ്ക്ക് ഒരു പുതിയ മുഖം നൽകാൻ സർക്കാർ ശ്രമിക്കുന്നു. അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസികളെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് സർക്കാർ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ സൂചനകൾ നൽകുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുക. ന്യൂനപക്ഷ വോട്ടുകൾ CPM-നെ കൈവിട്ട് കഴിഞ്ഞു എന്ന് പാർട്ടിക്ക് ബോധ്യമായി. മുസ്ലിം വോട്ടോ ക്രൈസ്തവ വോട്ടോ ഇനി ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഹൈന്ദവ വോട്ടുകൾ, ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഏത് വിധേനയും CPM-ൽ പിടിച്ചു നിർത്തണം. അതിനുവേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നതത്രേ. ആഗോള നിക്ഷേപ സംഗമം പോലെ തന്നെ വലിയ ഒരു സംഭവമായിരിക്കും ഈ ആഗോള അയ്യപ്പ സംഗമവും. വേണമെങ്കിൽ ഒരു ആത്മീയ നിക്ഷേപ സംഗമം എന്ന് പോലും വിളിക്കാവുന്ന തരത്തിലുള്ള വലിയ പരിപാടിയായിരിക്കും അരങ്ങേറുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഉടൻ തന്നെ ദേവസ്വം വകുപ്പും മന്ത്രി വാസവനും പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.